السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഇനി ത്വലാഖിൽ വക്കാലത്തും തംലീക്കും അല്ലെങ്കിൽ തഫ്വീളും. ത്വലാഖിൽ വക്കാലത്താക്കാൻ പറ്റും മറ്റൊരാളെ. ഇനി ഭാര്യയ്ക്ക് തന്നെ ത്വലാഖ് ഏൽപ്പിച്ചു കൊടുക്കാനും പറ്റും. വക്കാലത്താക്കുമ്പോൾ അയാൾക്ക് എപ്പോഴാണോ ത്വലാഖ് ചെല്ലാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ത്വലാഖ് ചെല്ലാം. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. അതേസമയത്ത് ഭാര്യയ്ക്ക് തന്നെ ത്വലാഖിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വക്കാലത്തല്ല, തംലീക്കാണ്. ഒരു സാധനമൊക്കെ വിൽക്കുന്നത് പോലെയാണ്. ഉടനെ തന്നെ അവൾ ത്വലാഖ് ചെല്ലുകയാണെങ്കിൽ ത്വലാഖ് സംഭവിക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾ മകനോട് പറഞ്ഞു, ഉമ്മാനോട് നീ പറയ് നിങ്ങൾ ത്വലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്ന് പറയൂ എന്ന് വാപ്പ മകനോട് വക്കാലത്തൊന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞാൽ അവിടെ വേണ്ടത് അയാളോട് വിശദീകരണം ചോദിക്കുകയാണ്. മകനെ വക്കാലത്താക്കിയതാണോ അല്ല ത്വലാഖ് ചെല്ലുന്നതായിട്ട് മകനോട് പറഞ്ഞതാണോ എന്നൊക്കെ. ഏതായാലും രണ്ടിനും സാധ്യതയുണ്ട്. വക്കാലത്താക്കിയതാണെങ്കിൽ മകൻ ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കും. അതല്ല ത്വലാഖ് ചൊല്ലുന്നു എന്ന വിവരം മകനോട് പറഞ്ഞതാണെങ്കിലോ അങ്ങനെയും സാധ്യതയുണ്ട്. ഒരു കാര്യം കൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാളോട് കൽപ്പിച്ചാൽ അത് ആദ്യത്തെ ആളെ കൽപ്പനയാണോ അല്ല കൽപ്പിക്കപ്പെട്ടയാളുടെ കൽപ്പനയാണോ എന്നതാണ് ഇവിടെ ഈ രണ്ട് സാധ്യത വരാനുള്ള കാരണം. മുത്തറക്കു തറദ്ദുദിൻ്റെ കാരണം, ഒരു കാര്യം കൽപ്പിക്കാനുള്ള കൽപ്പന ഇൻ ജഅൽനാഹുക സുദൂരിൽ അംരി മിനൽ ബലി, ആദ്യത്തെ ആളുടെ കൽപ്പന പോലെ ആവുകയാണെങ്കിൽ പിതാവ് തന്നെ ത്വലാഖ് ചൊല്ലിയതുപോലെയാണ്. പിതാവ് ത്വലാഖ് ചൊല്ലി എന്ന വാർത്ത പറയാൻ വേണ്ടി മകനെ ഏൽപ്പിക്കലാണ്. ഖാന അൽ-അംറു ബിൽ ഇഖ്ബാർ, ഉമ്മനോട് പറയാനുള്ള കൽപ്പനയാകും ബിമൻസിലത്തിൽ ഇഖ്ബാരി മിനൽ അബി, പിതാവിൽ നിന്ന് ഉള്ള ആ വിവരം പറച്ചിൽ പോലെയാകും. ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് വാപ്പ പറയുന്നു എന്ന് നീ പറയുന്നാകും. അപ്പോൾ ത്വലാഖ് സംഭവിക്കും. അതല്ല പിതാവിൽ നിന്നുള്ള കൽപ്പനയല്ല എന്നാണെങ്കിലോ, പിതാവ് ത്വലാഖ് ചൊല്ലി എന്ന വിവരം പറയാനുള്ള കൽപ്പനയല്ല എന്നാണെങ്കിൽ ത്വലാഖ് സംഭവിക്കുന്നതും അല്ല. അവിടെ മകൻ തന്നെ പറയണം. ഓക്കെ. ഇനി വലോ ഖാല തല്ലഖ്തുകി വനവാ അദദൻ വഖഅ മൻബിജിൻ, തല്ലഖ്തുകി എന്ന് മാത്രം പറഞ്ഞു, എണ്ണം മനസ്സിൽ കരുതിയാൽ 1, 2, 3 എന്ന് മനസ്സ് കരുതിയാൽ വഖഅ മൻബിജിൻ കരുതിയതാണ് സംഭവിക്കുക. വലോ ഫി ഗൈരി മൗതൂഅത്തിൻ, ഒത്ത് ചെയ്യപ്പെടാത്ത ഭാര്യയാണെങ്കിൽ പോലും. അപ്പോൾ ഒന്നും കരുതിയില്ലെങ്കിലോ വഖഅ തൽഖത്തുൻ വാഹിദ, ഒറ്റൊന്ന്. ഇനി എത്രയാണ് പറഞ്ഞത്, എത്രയാണ് കരുതിയത്, എത്ര എണ്ണം തലാഖാണ് കരുതിയത് എന്നൊക്കെ സംശയിച്ചാൽ എന്താ സ്ഥിതി? വലോ ശക്ക ഫിൽ അദദിൽ മൽഫൂദി അവിൽ മൻബിജി, ഉച്ചരിച്ച എണ്ണത്തിലോ കരുതിയ എണ്ണത്തിലോ സംശയം വന്നാൽ ഫയഖുദു ബിൽ അഖല്ലി, അതിൽ കുറഞ്ഞ എണ്ണമാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ വലാ യഖ്ഫൽ വറ, സൂക്ഷ്മത ആർക്കും അവ്യക്തമല്ലല്ലോ, വ്യക്തമാണല്ലോ, സൂക്ഷ്മത പാലിക്കണം. ഭാര്യനോട് ചോദിച്ചിട്ടോ മറ്റോ ഒക്കെ എത്രയായിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ കേട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു സൂക്ഷ്മത ആവശ്യമാണ്. ഇനി ഒരാൾ പറഞ്ഞു 1, 2 ചൊല്ലി എന്ന് പറഞ്ഞാൽ 3 സംഭവിക്കും എന്നാണ്. വലോ ഖാല, ഒരാൾ പറഞ്ഞു തല്ലഖ്തുകി വാഹിദത്തൻ
വസിൻതൈന്, ഒന്നും രണ്ടും എന്നെ ഞാൻ തലാഖാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫയഖൗ ബിഹി സലാസു, മൂന്നും സംഭവിക്കും. പത്ത് ചെയ്യപ്പെട്ട പെണ്ണാണെങ്കിൽ കമാഹു ദാഹിറുൻ അബിഹി അഫ്താബാദ് മുഹഖി ഉലമായി അസ്വരീന, നമ്മുടെ കാലഘട്ടത്തിലുള്ള നമ്മുടെ സമകാലികരായ മുഹഖിഖുകളായ പണ്ഡിതന്മാരങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട്. അഷേഖ് അത്തിയ, അഷേഖ് അബ്ദുർ റഊഫ് എന്നിവരൊക്കെയാണ് അത്ര അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇങ്ങനെ പറഞ്ഞാലോ, വലൗഖാലുൽ മദ്ഖൂൽ ബിഹ, ഫത്വ ചെയ്യപ്പെട്ടൊരു സ്ത്രീയോട് പറഞ്ഞു, അന്തി താലിഖുൻ തൽഖത്തൻ ബൽ തൽഖത്തൈനി, നീ ഒരു തലാഖാണ് അല്ല രണ്ടാണ് എന്ന് പറഞ്ഞാൽ, ബൽ തൽഖത്തൈനി ഒന്നല്ല പിന്നെ രണ്ടും, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫയഖൗ ബിഹി സലാസൻ, ഈ പ്രയോഗം കൊണ്ട് മൂന്നും സംഭവിക്കും. കമാ സ്വറഹ ബിഹി ശൈഖ് സക്കരിയ റഹിമഹുല്ലാ ഫി ശർഹി റൗള്, റൗളിൻ്റെ ഷർഹിൽ ശൈഖ് സക്കരിയ വ്യക്തമാക്കിയതുപോലെ തൽഖത്തുൻ ബൽ തൽഖത്തൈനി, ഒന്നും പിന്നെ രണ്ടും എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. മലയാളത്തിൽ ഇപ്പോൾ ഇതിന് സമാനമായ വാക്കെന്താണ്? ഇനി വക്കീൽ ത്വലാഖ് ചെല്ലാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ ത്വലാഖ് സംഭവിക്കും. അയാളെങ്ങനെ ത്വലാഖല്ലേണ്ടത്? തല്ലഖ്തു ഫുലാനത്ത വനഹു, ഞാൻ ഇന്ന ഫാത്തിമയെ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാം. വൈല്യം അനുബി എന്ത് തലാഖി, അങ്ങനെ ചെല്ലിയ തലാഖ് സംഭവിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തലാഖ് ചെല്ലുന്ന സമയത്ത് അയാൾക്ക് നിയ്യത്തൊന്നും വേണ്ട. എന്ത്, എന്നെ ഏൽപ്പിച്ചാക്കും വേണ്ടി തലാഖ് ചെല്ലുകയാണ്, അതാണ് വൈല്യം എൻവി എന്ത് തലാഖ്. തലാഖ് ചെല്ലുമ്പോൾ അയാൾ കരുതിയില്ലെങ്കിൽ പോലും അന്നഹു മുത്തല്ലഖുൻ, അയാൾ തലാഖ് ചെല്ലുകയാണ് ലി മുവക്കിലിഹി, വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി. ഇനി ഒരാളോട് പറഞ്ഞു വക്കാലത്തിൻ്റെ വേറൊരു രൂപം, വലോ ഖാല ആഖറ അഅതൈതു ഔ ജഅൽതു ബിയദിക ത്വലാഖ സൗജത്തി, എൻ്റെ കയ്യിൽ എൻ്റെ ഭാര്യൻ്റെ തലാഖ് ഞാൻ തന്നിരിക്കുന്നു അല്ലെങ്കിൽ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഔ ഖാലു, അല്ലെങ്കിൽ അംറു സൗജത്തി ബിയദിക്, എൻ്റെ ഭാര്യൻ്റെ കാര്യം നിൻ്റെ കയ്യിലാണ്. ഔ ഖാലുഹു റുഹ് ബി തലാഖിഹ വ ആത്തിഹ, അവളെ തലാഖും കൊണ്ട് നീ പോയിക്കോ, അതവൾക്ക് നൽകിയേക്ക്. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം വക്കാലത്താണ്. വക്കാലത്താകുമ്പോൾ യഖഉ തലാഖു ബി തത്രീഖിൽ വക്കീൽ, വക്കീൽ തലാഖ് ചെല്ലിയാൽ തലാഖ് സംഭവിക്കും. ഇയാൾക്ക് വേണമെങ്കിൽ ചെല്ലാം, വക്കീൽ തലാഖ് ഇല്ലാനും തലാഖ് സംഭവിക്കും. അതേ സമയത്ത് വക്കീൽ തലാഖ് ചെല്ലിയാലേ തലാഖ് സംഭവിക്കുള്ളൂ, അല്ലാതെ ഇത് പറഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നില്ല. വക്കീൽ എപ്പോഴാണോ പറയുന്നത് അപ്പോൾ തലാഖ് സംഭവിക്കും. ലാബി ഖൗലി സൗജി ഹാദല്ല പദ, ഭർത്താവ് ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് തലാഖ് സംഭവിക്കില്ല. ബൽ പ്രത്യുത തഹസ്സുലുൽ ഫുർഖത്തു, വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടും. മിൻ ഹീനി ഖൗലിൽ വക്കീലി, വക്കീൽ പറഞ്ഞത് മുതൽ. മത്താശ എപ്പോൾ വേണം വേണ്ടില്ല, എപ്പോഴായാലും വേണ്ടില്ല, 2 മാസം 5 മാസമോ, വക്കാലത്തുനിന്ന് അയാളെ പിരിച്ചുവിടുന്നത് വരെ, ഒഴിവാക്കി എന്ന് പറയുന്നത് വരെ എന്തു പറഞ്ഞു? തല്ലഖ്തു ഫുലാനത്ത, ഇന്ന സ്ത്രീയെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് എപ്പോഴാണോ വക്കീലിന് പറയാൻ തോന്നിയത് അപ്പോൾ മുതൽ വിവാഹബന്ധം വിച്ഛേദിതമാകും. ലാബി ഏലാമിഹ അൽ ഖബറ, ഇനി വക്കീൽ അവളോട് ഈ വിവരം പറഞ്ഞാൽ പോലും തലാഖ് സംഭവിക്കില്ല. എന്ത്? ലാബി ഏലാമിഹ, അവളെ അറിയിച്ചതുകൊണ്ടും സംഭവിക്കില്ല. അൽ ഖബറ ബിഅന്ന ഫുലാനൻ അറസല ബിയദി ത്വലാഖി, എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിലേക്ക് നിൻ്റെ തലാഖിനെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലും സംഭവിക്കില്ല. വലാബി ഏലാമിഹ, അവൾ അറിയിച്ചാലും സംഭവിക്കില്ല. എന്ന സൗജക്കി ത്വല്ലഖ, എൻ്റെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ടോ എന്ന് അറിയിച്ചാലും സംഭവിക്കില്ല. കാരണം തലാഖ് ചൊല്ലിയില്ലല്ലോ, തലാഖെല്ലാം ഏൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി തലാഖ് ചെല്ലാൻ വക്കാലത്താക്കുമ്പോൾ സമയവും ദിവസമൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വക്കാലത്താക്കാം. നോക്കൂ, വൈദാ ഖാല ലഹു, വക്കീലിനോട് പറഞ്ഞു,
ലാ തുഴത്തിഹി അവൾക്ക് നീ തലാക്ക് നൽകരുത് ഇല്ലാഫി യോമി കഥ ഇന്ന ദിവസമല്ലാതെ ജനുവരി 1 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ യുത്തല്ലിഖു അവിടെ അയാൾക്ക് ആ ദിവസത്തിനും തലാക്ക് ചെല്ലാം, അതിൻ്റെ ശേഷമുള്ളതിനും തലാക്കല്ല. ജനുവരി 1 മുമ്പ് പറ്റില്ല. അപ്പോൾ യുത്തല്ലിഖു ഫിൽ യൗമി അല്ലദീ അയ്യനഹു അയാൾ നിർണയിച്ച ദിവസത്തിൽ തലാക്കാവാം, അല്ലെങ്കിൽ അതിൻ്റെ ശേഷം. അല്ല ഖബലഹു മുമ്പ് പറ്റില്ല. പക്ഷേ ആ ജനുവരി 1 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് മുമ്പ് പാടില്ല എന്ന് ഉദ്ദേശിക്കുമ്പോഴാണ്. അന്ന് എന്ന് തന്നെ ഉദ്ദേശിച്ചാലോ സുമ്മ ഇൻ ഖസദ തഖീദ ബിയൗമിൻ ഒരു പ്രത്യേക ദിവസം ഖൈദ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, നിർണയിക്കാൻ ഉദ്ദേശിച്ചാൽ തല്ലഖ ഫീഹി അന്ന് മാത്രമേ തലാഖ് ചെല്ലാവൂ, ലാ ബഅദഹു അതിന് ശേഷം പറ്റില്ല. ഇനി തലാഖിൻ്റെ തംലീഖിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓരോ ഖാലലഹ ഒരാൾ ഭാര്യനോട് പറഞ്ഞു, മുക്കല്ലഫത്തായ ഭാര്യനോട് മുനജ്ജിസൻ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കാതെ, മറ്റൊരു വിഷയമായിട്ടൊന്നും ബന്ധിപ്പിക്കാതെ ഉടനെ അനുവാദം നൽകുന്ന വിധത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? തൊല്ലിഖി നഫ്സക്കി ഇൻ ശൈത്തി നിനക്ക് വേണമെങ്കിൽ നീ നിന്നെ തലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ, നീ നിന്നെ തലാഖ് ആക്കിക്കോ എന്ന് പറഞ്ഞാൽ ഫഹുവ തംലീഖുല്ലി തലാഖി തലാഖിൻ്റെ അധികാരം അവൾക്ക് വിട്ടുകൊടുക്കലാണ്. ഇയാൾക്കാണല്ലോ തലാഖിൻ്റെ മിൽക്കുള്ളത്. ആ മിൽക്ക് ആർക്ക് കൊടുക്കലാണ്? അവൾക്ക് കൊടുക്കലാണ്. ലാ തൗക്കീലും ബിദാലിക തലാഖ് ചെല്ലാൻ അവളെ ഏൽപ്പിക്കലല്ല. അവളോട് നിന്നെ ഏൽപ്പിച്ചു പറഞ്ഞാൽ അക്കാലത്താവും. ഇവിടെ അങ്ങനല്ല. നീ നിന്നെ തലാഖ് ചെല്ലിക്കോ എന്നാണ് പറഞ്ഞത്. ഇതേപോലെയുള്ളൊരു മറ്റൊരു വാക്കാണ് ഇനി പറയുന്നത്. ബൊഹിസമിൻ ഒരു ചർച്ചയായി പറയപ്പെട്ടിട്ടുണ്ട്, ഒരു ചർച്ച വന്നിട്ടുണ്ട്. അന്നമിൻഹു ഈ തംലീഖിൽപ്പെട്ടത് തന്നെയാണ്. തംലീഖ് തഫ്വീദ് ഖൗലുഹു അയാൾ പറയൽ തൊല്ലിഖീനി അയാൾ ഭാര്യനോട് പറയാം, നീ എന്നെ തലാക്ക് ആക്കിക്കോ എന്ന് ഭർത്താവ് ഭാര്യനോട് പറയാം. അപ്പോൾ അവൾ പറയാം, അൻത ത്വാലിഖുൻ സലാസൻ നീ 3 ത്വാലിഖാണെന്ന് ഭർത്താവിന് അങ്ങോട്ട്. അത് കിനായത്താണ്. അത് കിനായത്തിൻ്റെ പദമാണ്. ഫൈനവ തഫ്വീദ ഇലൈഹ അത് തലാക്ക് അവളെ ഏൽപ്പിക്കുകയാണ് എന്ന് കരുതിയാൽ തലാക്കാകും. ഇല്ല അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ തലാക്കാവൂല. എണ്ണം കരുതിയ എണ്ണം സംഭവിക്കും. പിന്നെ ഇങ്ങനെ പെണ്ണിനെ മിൽക്കാക്കി കൊടുക്കുമ്പോൾ ആ പെണ്ണ് മുക്കല്ലഫത്താകണമെന്ന് പറഞ്ഞു. മകതിരിവും ബുദ്ധിയൊക്കെ ഉള്ള ആളാകണം. അപ്പോൾ ഹറജുൽ തഖീദി മുക്കല്ലഫത്ത് എന്ന് ഞാൻ ഉപാധി പറഞ്ഞപ്പോൾ അതുകൊണ്ട് പുറത്തു പോയിട്ടുണ്ട്. ഖൈറുഹ മുക്കല്ലഫ് അല്ലാത്ത ഭാര്യ. കാരണം ഈ ഫസാദ് ഈ ഭാരത്തി അവളെ വാക്ക് അസാധുവാണല്ലോ. ബുദ്ധിയും പ്രായപൂർത്തിയൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങളുടെ വാക്ക് ആണുങ്ങളായാലും അവരുടെ വാചകങ്ങൾക്ക് അപ്രസക്തമാണ്, അസാധുവാണ്. അബി മുനജ്ജസിൻ മുനജ്ജസായിട്ട് നിന്നെ ഏൽപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ബന്ധിപ്പിക്കാൻ പാടില്ല. അപ്പോൾ മുഅല്ലഖ് പോയി. മുഅല്ലഖ് പറഞ്ഞാൽ റമദാൻ മാസം വന്നാൽ നീ നിന്നെ തലാക്കില്ലേക്കോ എന്ന് പറഞ്ഞു. ഇതാണ് മുഅല്ലഖ്. അത് പറ്റില്ല. ലഗ അത് അസാധുവാണ്. ഈ തംലീഖിനെ താരീഖ് ചെയ്യാൻ പറ്റില്ല. അപ്പം വൈകുന്ന ഇന്നഹു തംലീഖാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അതെന്ത് ചെയ്യാൻ പറ്റില്ല. തംലീഖാണ് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഉപാധി വെച്ച് പറഞ്ഞാൽ, മുഅല്ലഖ് ഉപാധി വെച്ച് പറഞ്ഞാൽ, സമയത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, റമദാൻ മാസം വന്നാൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ലഹവാണ്. ലഹ അത് അസാധുവാണ്. കാരണം തംലീഖിന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം വിൽക്കുകയാണ്, റമദാൻ മാസം വന്നാൽ വിറ്റു എന്ന് പറയുന്നത് തംലീഖല്ലേ? അത് സഹിയാവില്ല. അത് തൻജീസായിരിക്കണം. വിൽപ്പനയൊക്കെ ഇപ്പം നടന്നിരിക്കണം, കുറേ കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല. അടുത്ത മാസം വന്നാൽ വിറ്റു അങ്ങനെയൊന്നും പറ്റില്ല. ഫൈസ്തറത്തുൽ ബുഖോയി തലാഖിൽ മുഫവ്വദ് ഇലൈഹ അപ്പോൾ അവൾക്ക് ഏൽപ്പിക്കപ്പെട്ട, അപ്പോൾ ഈ തഫ്വീദും തംലീഖൊക്കെ ഒന്ന് തന്നെ. അവളെ ഏൽപ്പിക്കപ്പെട്ട തലാഖ് സംഭവിക്കണമെങ്കിൽ എന്താണ്? തത്രീഖുഹാ ഫൗറൻ അവൾ ഉടനെ തന്നെ അവളെ തലാഖ് ചെല്ലണം. ഈ കിനായത്തായിട്ടാണെങ്കിൽ പോലും അവളെ തലാഖ് ചെല്ലണം ഉടനെ തന്നെ. അതായത്
എല്ലാ ദഖല്ലല ഫാസിലും ബൈന തഫ്രീദിഹി വൈഖാഹി, തലാഖിനെ ഏൽപ്പിക്കുന്നതിൻ്റെയും തലാഖിനെ ഉണ്ടാക്കുന്നതിൻ്റെയും ഇടയിൽ സമയം വരാൻ പാടില്ല, ഫാസിൽ വരാൻ പാടില്ല, അതിനിടക്ക് ഒരു പിരിച്ചിൽ വരാൻ പാടില്ല. ഞാൻ പക്ഷേ ചെറിയതൊക്കെ പറ്റൂട്ടോ. ലോ കാലല, ഒരാൾ ഭാര്യയോട് പറഞ്ഞു തല്ലഖി നഫ്സക്കി, നിന്നെ തലാഖിലേക്ക് പറഞ്ഞു. അപ്പോൾ കാലത്ത് അവൾ പറഞ്ഞു കൈഫ യകൂനു തത്ലീഖു നഫ്സി, ഞാനെങ്ങനെ എന്നെ തന്നെ തലാഖ് ചെല്ലലുണ്ടാവുക, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നോട് പറഞ്ഞു തല്ലഖ്തു എന്ന് പറഞ്ഞാലും വഖഅ, കാരണം ജന്നു ഫസ്ല, അത് ചെറിയ ഒരു വിടവല്ലേ, ചെറിയൊരു പിരിവല്ലേ. എങ്ങനെയാണ് അവൾ തലാഖ് ചെല്ലേണ്ടത്? ബി തല്ലഖ്തു നഫ്സി ഔ തല്ലഖ്തു ഫഖത്ത്, എൻ്റെ നഫ്സിനെ ഞാൻ തലാഖ് ചൊല്ലി, അല്ലെങ്കിൽ ഞാൻ തലാഖ് ചൊല്ലി എന്ന് മാത്രം പറയാം, എന്നെ എന്ന് പറയാതെ. അല്ലാതെ വിൽപ്പനയിലും കച്ചവടത്തിലൊക്കെ ഉള്ള മാതിരി ഖബിൽതു എന്ന് പറഞ്ഞാൽ പോരാ. വഖാല ബഅദുഹും മുഖ്തസറി അർ-റൗള, ചിലർ പറഞ്ഞു റൗളൻ്റെ മുഖ്തസറുകളെ പോലെ. ഉദാഹരണം ഹസനബി ഇമാമിൻ്റെ ഇസ്മായിൽ മുഖരിയൊക്കെ റൗള മുഖ്തസാർ ചെയ്തിട്ടുണ്ട്. ലായിസ്താത്തുൽ ഫൗറു, ഉടനെ തന്നെ അവളും ചെയ്യേണ്ടതില്ല, വക്കീലിന് ഇപ്പോൾ ഉടനെ ആക്കേണ്ടതില്ലല്ലോ. എന്നതുപോലെ തന്നെ ഭാര്യയെ തംലീക്ക് ചെയ്യുമ്പോഴും തഫ്വീദ് ചെയ്യുമ്പോഴും ഉടനെ വേണ്ടെന്ന് അവരുടെ അഭിപ്രായം. ലായിസ്താത്തുൽ ഫൗറു, ഫൗറ് ഷർത്തില്ല, എവിടെ ശ്രദ്ധിക്കണം, മത്ത എന്നുപയോഗിച്ചെടുത്ത്. ഇൻഷീത്തി എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇൻഷീത്തി എന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ തന്നെ മത്ത ശീത്തി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഫത്തത്തുലുഖു, അവിടെ താലിഖാകും, അവിടെ ഉദ്ദേശിക്കുന്ന നേരത്ത് ഫത്തത്തുലുഖു തലാഖ് ചെല്ലും എല്ലാം എന്നൊക്കെയാണ് പറയുന്നത്. ജസമ ബിഹി സാഹിബ തബ്ബീഹി വൽ കിഫായ, തബ്ബീഹിൻ്റെ മുസന്നിഫ് അബൂ ഇസ്ഹാഖ് ഷിറാസി, കിഫായത്തിൻ്റെ ഗ്രന്ഥകാരൻ ഇബ്നു റിഫാത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. മത്ത എന്നാണ് ഉദ്ദേശിക്കുമ്പോൾ നീ നിന്നെ തലാഖ് ചൊല്ലിക്കോ എന്ന്. മത്താശീതി, ഇൻഷീതി എന്നല്ല, തല്ലഖീ നഫ്സക്കി മത്താശീതി എന്ന് പറയുമ്പോൾ. പക്ഷേ മുഅത്തമദ് ഷെയ്ഖുന പറഞ്ഞതുപോലെ ഇസ്തറത്തുൽ ഫൗരിയത്തു, അവിടെയും ഉടനെ തന്നെ അവൾ നിർവഹിച്ചാൽ മാത്രമേ തലാഖ് സംഭവിക്കൂ എന്നാണ്. വൈനതാബി മത്ത, മത്ത പോലെയുള്ള പദമാണ് അയാൾ കൊണ്ടുവന്നതെങ്കിലും, കാരണം മത്ത എന്നുള്ള വാക്കിന് സാധാരണ എന്താ അർത്ഥം, അതിന് എപ്പോഴും എന്നർത്ഥം ഉണ്ടല്ലോ. എന്നാൽ പോലും ഇനി പറയാം യജൂസ് ലഹു റുജൂൻ ഖബല തത്ലീഖിഹ, അവളെ തലാഖിലിന് പോവുകയാണെങ്കിൽ ഇയാൾക്ക് പിന്മാറാവുന്നതാണ്. എൻ്റെ തലാഖ് ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, നീ നിൻ്റെ തലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു, അവളത് പറയുന്നതിന് മുമ്പാണ് ഇയാൾക്ക് പിന്മാറാം. ഇതുപോലെയൊക്കെ സായിരി നൊക്കൂതി, മറ്റ് അക്കതുകളെപ്പോലെ ഇടപാടുകളെപ്പോലെ ഞാൻ എനിക്ക് ഈ സാധനം വിറ്റു എന്ന് പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ വിറ്റിട്ടില്ല എന്ന് പറയാലോ. റുജു പറ്റും, വക്കാലത്തിനും പറ്റും. തംലീക്കായാലും തൗക്കീലായാലും ഈജാബ് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്വീകരിക്കുന്നതിന് മുമ്പ് മടങ്ങാൻ പറ്റും. ഇനി തലാഖിനെ താലീഖാക്കുന്ന വിഷയമാണ്. ഒരു താലീഖാക്കിക്കൊണ്ട് തലാഖ് ചെല്ലാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത പാഠത്ത് പറയാം. ഇടപാടുകളിൽ പറ്റൂല, ഏതാനും കച്ചവടത്തിലും മറ്റുമൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹു നമ്മുടെ ഖാത്തിമത്ത് നന്നാക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.